നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ നവീൻ ബാബു, ഈ പേര് മലയാളികൾ മറക്കില്ല. നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്ത കേസൊക്കെ പോലീസ് എത്രയൊക്കെ തേച്ചുമാച്ചു പോയാലും ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്, ആരാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെന്നും മലയാളികൾക്ക് നന്നായി അറിയാം. മലയാളികൾക്കത് മനസ്സിൽ വിലയിരുത്തി കഴിയും. കണ്ണൂർ ADM-ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിലെ തുടരന്വേഷണം ഇപ്പോൾ പൂട്ടിക്കെട്ടാനാണ് കേരള പോലീസ് ശ്രമിക്കുന്നത്. തുടരന്വേഷണം അവസാനിപ്പിച്ച് പോലീസ്. കേസിൽ തുടരന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ബിനു മോഹൻ ഇത് സംബന്ധിച്ച വിവരം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി DT ജോർജ് മുമ്പാകെ നൽകി. നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷയാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ട് കണ്ണൂർ മജിസ്ട്രേറ്റ് മുമ്പാകെയും പിന്നീട് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലും ഹർജി നൽകിയത്. പ്രതി PP ദിവ്യ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരായിരുന്നു. കേസ് ഫെബ്രുവരി 19 പരിഗണിക്കും. കേസ് ഫെബ്രുവരി 19 ഇനി പരിഗണിക്കുക. കേസിലെ ഏക പ്രതിയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധന തിരുവനന്തപുരത്തെ ലാബിലും മറ്റുള്ളവ കണ്ണൂരിലെ ലാബിലും നടത്തിയതിന്റെ ഫലം കോടതിയിൽ നൽകി. ശാസ്ത്രീയ പരിശോധന നടത്തിയില്ലെന്ന പരാതിക്കാരിയുടെ വാദം നിലനിൽക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തളിപ്പറമ്പ് താലൂക്കിലെ ചുഴലി വില്ലേജിൽ ചേരംകുന്ന് TV പ്രശാന്തിനെ BPCL പെട്രോൾ പമ്പ് അനുവദിച്ചിരുന്നു. പെട്രോൾ പമ്പ് അനുമതിക്കായി നൽകിയ നോട്ട് ഫയൽ ബന്ദവസിലെടുത്ത് രേഖകൾ പരിശോധിച്ചതിൽ പെട്രോൾ പമ്പിന് പാർട്ണർഷിപ്പ് ഇല്ലെന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കണ്ണൂർ ADM-ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്യാൻ പ്രേരണയായത് CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന PP ദിവ്യയുടെ വാക്കുകളാണെന്ന് പോലീസ് കുറ്റപത്രം അടുത്തിടെ സമർപ്പിച്ചിരുന്നു. ദിവ്യയാണ് കേസിലെ ഏക പ്രതിയെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് നേരിട്ട് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഇതിൽ പറയുന്നുണ്ട്. നേരത്തെ റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിലും തെളിവുകളില്ലെന്ന് കണ്ടെത്തിയിരുന്നു. അതിനിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്നും CPM അടുത്തിടെ ഒഴിവാക്കിയിരുന്നു. CPM-ന്റെ നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഈ തീരുമാനം പാർട്ടി കൈക്കൊണ്ടത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടിക്ക് കാരണമായ പ്രധാന കാരണങ്ങളിലൊന്ന് നവീൻ ബാബുവിന്റെ ആത്മഹത്യയും തുടർന്നുണ്ടായ വിവാദങ്ങളുമാണെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തിയിരുന്നു. PP ദിവ്യ വീണ്ടും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിയായാൽ നവീൻ ബാബുവിന്റെ ആത്മഹത്യ വീണ്ടും ചർച്ചയാകുമോ എന്ന ആശങ്ക CPM നേതൃത്വത്തിനുണ്ട്. ഇതിനെ തുടർന്നാണ് ദിവ്യയെ ഒഴിവാക്കിയത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായ PP ദിവ്യയെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് മാറ്റിയത്. ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് CPM സംസ്ഥാന നേതൃത്വം മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് PP ദിവ്യയുടെ സ്ഥാനചലനം. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ PP ദിവ്യയെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരുന്നു. സംസ്ഥാന സമ്മേളനത്തിൽ PP ദിവ്യ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ തുടരുമെന്നും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ CPM നേതൃത്വം നേരിട്ടിടപെട്ടാണ് PP ദിവ്യയെ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റുകയായിരുന്നു. ദിവ്യയെ ഭാരവാഹിത്വത്തിൽ നിന്ന് നീക്കിയത് വാർത്തയായതോടെ ദിവ്യ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വ്യക്തിപരമായി ആവശ്യപ്പെട്ടതാണെന്ന ക്യാപ്സ്യൂളുകളാണ് നേതൃത്വം ഇറക്കിവിട്ടത്. PP ദിവ്യ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കിയതെന്ന് PK ശ്രീമതി വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നവീൻ ബാബുവിന്റെ ആത്മഹത്യ ചർച്ചയാവാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായാണ് ദിവ്യയെ ഭാരവാഹിത്വത്തിൽ നിന്നും പാർട്ടി നേതൃത്വം മാറ്റി നിർത്താൻ തീരുമാനിച്ചതിന്റെ പിന്നിലെ കാരണം. ദിവ്യ ഭാരവാഹിയായാൽ പ്രതിപക്ഷം നവീൻ ബാബുവിന്റെ ആത്മഹത്യ ചൂണ്ടിക്കാട്ടി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്ന് CPM നേതൃത്വം കരുതുന്നുണ്ട്. ആ പ്രചാരണത്തിന്റെ മൂർച്ച കുറയ്ക്കാനാണ് PP ദിവ്യയെ മാറ്റി നിർത്താനുള്ള തീരുമാനം. കണ്ണൂർ ADM-ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയെ തുടർന്നാണ് PP ദിവ്യയെ ആദ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയത്. നവീൻ ബാബുവിന്റെ ആത്മഹത്യയെ തുടർന്ന് വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ PP ദിവ്യയെ CPM ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും ഇരിണാവ് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള ശ്രമവും നേതൃത്വം നേരത്തെ നടത്തിയിരുന്നു. നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിലെ ഏക പ്രതിയാണ് PP ദിവ്യ. PP ദിവ്യക്കെതിരെ പാർട്ടി നടപടിയെടുത്തിട്ടും നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേരളീയ പൊതുസമൂഹം CPM നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് CPM-നെ പ്രതിരോധത്തിലാക്കുകയാണ്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ K മഞ്ജുഷ നിയമ പോരാട്ടം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. 2024 നടന്ന സംഭവം ഒരു വർഷം കഴിഞ്ഞ് പിന്നിടുമ്പോഴും ഒരു തരത്തിലും പിന്നോട്ടില്ല ഭാര്യ മഞ്ജുഷ. ഇപ്പോൾ ഹർജി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച പരിഗണിക്കും. കണ്ണൂർ മജിസ്ട്രേറ്റ് മുമ്പാകെയും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലും ഹർജി നൽകിയിരുന്നു. നേരത്തെ നടന്ന അന്വേഷണത്തിൽ സംശയം ഉന്നയിച്ചാണ് സെഷൻസ് കോടതിയിൽ ഹർജി നൽകിയത്.
പക്ഷപാതപരമായാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചതെന്നാണ് ഹർജിയിലെ ആരോപണം. അന്വേഷണ മേൽനോട്ടം വഹിച്ച SP TK രത്നകുമാർ വിരമിക്കുന്നതിന് തൊട്ടു മുമ്പ് കുറ്റപത്രം സമർപ്പിച്ചതും വിരമിച്ച ശേഷം ശ്രീകണ്ഠപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചതും സംശയത്തിന് ഇട നൽകുന്നുവെന്നും ഹർജിയിൽ പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയാണ് കേസിലെ പ്രതി. വരുന്ന തെരഞ്ഞെടുപ്പിൽ അടക്കം നവീൻ ബാബു വിഷയം അത് വലിയ പ്രതിസന്ധി മണ്ഡലത്തിൽ സൃഷ്ടിക്കുമെന്നുള്ള ഭയം തന്നെയാണ് ഇപ്പോൾ പിണറായി സർക്കാർ വേഗത്തിൽ തന്നെ നവീൻ ബാബുവിന്റെ കേസ് അവസാനിപ്പിക്കാനുള്ള ഈ ഒരു തിടുക്കം കാണിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ PP ദിവ്യയുടെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് വലിയ രീതിയിൽ അത് ജനങ്ങൾക്കിടയിൽ ഒരു വികാരം ഉയർത്തിയിട്ടുണ്ട്. ഇനി എത്രയൊക്കെ തേച്ച് വെളുപ്പിക്കാൻ നോക്കിയാലും വലിയ രീതിയിൽ അത് ഏൽക്കില്ല എന്നുള്ളത് പാർട്ടി നേതൃത്വത്തിന് ബോധ്യമുണ്ടായി കാണണം. അതുകൊണ്ട് തന്നെയാണ് PP ദിവ്യക്കെതിരെ ഇത്തരത്തിലൊരു നീക്കവും നവീൻ ബാബു കേസ് എത്രയും വേഗം തന്നെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അതല്ലെങ്കിൽ അതൊരു വാർത്തയാകാതിരിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും മഞ്ജുഷ അദ്ദേഹത്തിന്റെ ഭാര്യ പോരാട്ടം തുടരുകയാണ്. അദ്ദേഹത്തിന് 2 പെൺമക്കളാണ്. അദ്ദേഹത്തിന്റെ അന്നത്തെ ആ ചേതനയേറ്റ ശരീരം വീട്ടിലെത്തിയപ്പോൾ ഒരു കുടുംബവും ഒരു നാടും അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള സഹപ്രവർത്തകരൊക്കെ തന്നെ വേദനിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ മനഃപൂർവ്വം കൊലയ്ക്ക് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിനെതിരെ ആ ഒരു നടപടി, അദ്ദേഹം തല താഴ്ത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ കേരളം കണ്ടതാണ്. തീർച്ചയായിട്ടും ഇനി എത്രയൊക്കെ ഈ ഒരു കേസിനെ തേച്ചു മാച്ച് കളയാനായിട്ട് പോലീസ് ശ്രമിച്ചാലും ഇനി തുടരന്വേഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് സർക്കാർ ശ്രമിച്ചാലും ജനങ്ങൾ മറക്കുകയില്ല. അദ്ദേഹം വളരെ ഉത്തരവാദിത്വമുള്ള വളരെ അഴിമതിരഹിതനായിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മരണം ഇത്രയേറെ കേരള ജനതയെ വേദനിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തിനിടയിൽ ഒരു തരത്തിലുള്ള റെഡ് മാർക്കും വീഴാൻ അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെയാണ് അന്ന് വളരെ മോശമായിട്ട് ഇത്രയും ആളുകൾ അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് ചടങ്ങിലാണെന്ന് കൂടി ഓർക്കണം. വളരെ ഒരു ദയയുമില്ലാതെ വന്ന് എന്തൊക്കെയോ വായിൽ തോന്നിയത് വിളിച്ചിട്ട് അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ട PP ദിവ്യ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് പുറത്ത് വിലസുകയാണ്. ഒരു പക്ഷേ ഇനി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ജനങ്ങൾ അത് മറക്കും. താൻ പഴയതുപോലെ തന്നെ പല സ്ഥാനങ്ങളിലെത്തും, തനിക്ക് പഴയതുപോലെ തന്നെ പാർട്ടി നേതൃത്വം ചുമതലകൾ തരും, എല്ലാം പഴയതുപോലെ ആകുമെന്ന് കരുതിയെടുത്ത് തെറ്റി PP ദിവ്യയെ തഴയുന്ന കാഴ്ചയാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പലയിടങ്ങളിലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം PP ദിവ്യയ്ക്ക് എന്താണ് ഇരട്ട നീതി? ഇപ്പോൾ പത്മകുമാർ അടക്കം CPMന്റെ പല ഉന്നത മേഖലകളിൽ ഇരിക്കുന്നവരടക്കം ഇപ്പോൾ ശബരിമല കൊള്ളയിൽ ജയിലിൽ കഴിയുമ്പോൾ PP ദിവ്യക്കെതിരെ എന്തിനാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ പാർട്ടി വകവെക്കുന്നില്ല. ഒരു തരത്തിലും തോൽവിയിലേക്ക് തള്ളിയിടാൻ പാർട്ടിയെ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരക്കിട്ട നീക്കം ഇപ്പോൾ നേതൃത്വം എടുത്തു കഴിഞ്ഞിരിക്കുന്നത്.